ഏറ്റവും ബഹുമാന്യനായ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ നിയമസഭാ സാമാജികന്മാർ, ഉദ്യോഗസ്ഥന്മാർ, ഏറ്റവും പ്രിയമുള്ള അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, സന്തോഷകരമായ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അത്യധികം വിജയകരമായി തന്നെ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്കൂൾ തലത്തിലുള്ള വിവിധ മത്സരങ്ങൾ, അത് കലോത്സവങ്ങളാകട്ടെ, കായിക മേളയാകട്ടെ, ശാസ്ത്രമേളയാകട്ടെ, ഇത്തരം ഇനങ്ങൾ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന വലിയ ഇവന്റുകളായി, ലോകത്തിനാകെ മാതൃകയാകുന്ന ഇവന്റുകളായി മാറുന്നതിനകത്ത് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളുടെ പങ്കാളിത്തവും നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നിങ്ങളുടെ കഴിവുമൊക്കെ ഏറെ പ്രശംസനീയമാണ്. ഇവിടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവസാനം പറഞ്ഞ ഒരു വാചകം, ആ വാചകം ശാസ്ത്രമേളയ്ക്ക് എന്തുകൊണ്ടും ഏറെ ചേർന്നതാണ് എന്ന് തന്നെയാണ് എന്റെയും ഉത്തമമായ വിശ്വാസം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസങ്ങൾക്കും തുല്യമായ പരിഗണന നൽകുമ്പോൾ തന്നെ സയന്റിഫിക് ടെമ്പർമെന്റിന് വലിയ തോതിൽ പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയാണ്. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരു മതമുണ്ടെങ്കിലും രാജ്യത്തിന് മതമുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാലെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതര ബോധ്യങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ ഇന്നിപ്പോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എല്ലാ സ്കൂളുകൾക്കും പൊതുവായി രാജ്യത്തിന്റെ ആകെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു സ്വാഗതഗാനം എന്നത് ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന മികവാർന്ന ഒരു നിർദ്ദേശമാണ് എന്ന കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്താങ്ങുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എന്തായാലും ഈ ശാസ്ത്രമേളയുടെ ഭാഗമായി, ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി പങ്കാളികളാകുന്ന മുഴുവൻ ആളുകൾക്കും, മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധമായ വിജയാശംസകളും, ഈ പരിപാടിക്ക് എല്ലാവിധമായ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവൻകുട്ടി ഒരു കൈ അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങളുടെ ചേരിയിലേക്ക്, LDFന്റെ ഭാഗത്തേക്ക്, LDFന്റെ ഭാഗമാകാൻ എത്തിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ശിവൻകുട്ടി ആദ്യം നടത്തിയത്. പക്ഷേ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടം തന്റെ നിലപാട് വ്യക്തമാക്കുകയും അതോടൊപ്പം അന്തംഗമ്യ അടിമകളുടെ തെറിവിളികളും കൂടി ആയപ്പോ AKG സെന്ററിൽ നിന്ന് ഗോവിന്ദന്റെ ഫോൺ കോൾ കൂടി എത്തിയതോടുകൂടി ശിവൻകുട്ടി നിലപാട് മാറ്റുകയാണ് ഉണ്ടായത്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഈ ശാസ്ത്രമേളയിൽ വെച്ചുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യത്തിന് പിന്തുണ നൽകുന്ന ഒരു സിറ്റുവേഷൻ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായി. എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിൽ ഒക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതം ഉണ്ടാക്കിയെടുക്കണമെന്നായിരുന്നു ശിവൻകുട്ടിയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ശാസ്ത്രമേളയിൽ വെച്ച് കണ്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രാഹുലുമായി വേദി പങ്കിട്ടതുമായി ശിവൻകുട്ടിയോട് ചോദിക്കുകയുണ്ടായി. എന്താണ് ഈ വേദി പങ്കിട്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത്, അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തില്ല, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് ചവിട്ടിത്താഴ്ത്തുന്ന പരിപാടി ഇടതുപക്ഷത്തിനില്ല, ചേർത്ത് പിടിക്കുന്ന സമീപനമാണ്, നയമാണ് ഞങ്ങളുടേത് എന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വെച്ചത്. പക്ഷേ ശിവൻകുട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അന്തംഗമ്മികൾ തെറിവിളിക്ക് തുടങ്ങി. കാരണം അന്തംഗമ്മികൾക്ക് ആകെയുള്ള ഒരു കച്ചിത്തിരുമ്പ് എന്ന് പറയുന്നത് അത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും വിവാദങ്ങളും മാത്രമാണ് ഈ പറയുന്ന അടിമകൾക്ക് ആകെ ഈ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് രാജാവ് 10 കൊല്ലം ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ നേട്ടങ്ങളൊന്നും പറയാൻ ഈ അടിമകൾക്കില്ല. ആകെ പറയാനുള്ളത് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള രാഹുലിനെ തെറി വിളിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് മാത്രമേ ഇവർക്കുള്ളൂ. അത് ഈ ശിവൻകുട്ടിയുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകുമെന്ന് കണ്ടപ്പോൾ തെറിവിളികളാണ്. അതിനൊപ്പം തന്നെ AKG സെന്ററിൽ നിന്ന് ഗോവിന്ദൻ സഖാവും വിളിച്ചു, ശിവൻകുട്ടിയെ വിളിച്ച് ഭരണിപ്പാട്ട് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകള്. അതിന് തൊട്ടു പിന്നാലെ ശിവൻകുട്ടി നിലപാട് മാറ്റി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തില് തന്റെ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്.
മത്സരിക്കുന്നെങ്കിൽ അത് കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരു ഭാഗത്തേക്കും താനില്ല. ഇന്നലെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. രാഹുല് LDF പോകും, പാലക്കാട്ട് ഈ പറയുന്ന CPM രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കും, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ രാഹുൽ മത്സരിക്കും എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇന്നലെ പൊതുവെ സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു കേട്ടിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തകളും ശരിയല്ല, താൻ എങ്ങോട്ടുമില്ല, താൻ മത്സരിക്കുകയാണെങ്കിൽ അത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഊഹാപോഹങ്ങളെ, അഭ്യൂഹങ്ങളെ, ഈ പറയുന്ന ചർച്ചകളെ ഒക്കെ അടിച്ചൊതുക്കുകയാണ്. അത്തരത്തിലൊരു ചർച്ചകളുടെ ആവശ്യമേ ഇല്ല. ശിവൻകുട്ടി ഒരു ചൂണ്ടയെറിഞ്ഞു, ആ ചൂണ്ടയിൽ കൊത്താൻ ഞാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. ശിവൻകുട്ടിയുടെ ചൂണ്ടയിൽ കൊത്താൻ താൻ തയ്യാറല്ല. ശിവൻകുട്ടി അങ്ങനെ പല ചൂണ്ടകളും എറിയും. പക്ഷേ താൻ പറഞ്ഞത് ഈ പറയുന്ന സ്കൂളുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കേണ്ട ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രാർത്ഥന സംവിധാനത്തെ കുറിച്ച് ശിവൻകുട്ടി പറഞ്ഞപ്പോ, മന്ത്രി പറഞ്ഞപ്പോ അതിനെ പിന്താങ്ങിയെന്നുള്ളൂ. അതിന് മറ്റൊരു തരത്തിലേക്ക് തന്റെ ചർച്ചകളെ അല്ലെങ്കിൽ ഈ ചർച്ചകളെ കൊണ്ടുപോകേണ്ടതില്ല. അത് ആ പ്രാർത്ഥനാ ഗീതവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. നമ്മളും അതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. രാഹുൽ മത്സരിക്കാൻ ഇറങ്ങുക വലതുപക്ഷത്താണോ ഇടതുപക്ഷത്താണോ എന്നുള്ള ചർച്ചകളൊക്കെ നമ്മളും ഇതിന്റെ ഭാഗമായിട്ട് ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുള്ള ഒരു നീക്കമാണോ ശിവൻകുട്ടി നടത്തിയത്, ഇത്തരത്തിൽ രാഹുലിനെ ചേർത്ത് പിടിക്കുക? കാരണം ശിവൻകുട്ടിയുടെ വാക്കുകൾ വളരെ പ്രസക്തമായിരുന്നു. ശിവൻകുട്ടി പറഞ്ഞത് എന്താ, എങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായി എന്ന് കരുതി അയാളെ ചവിട്ടി താഴ്ത്തുകയല്ല ഇടതുപക്ഷത്തിന്റെ നയം, അയാളെ ചേർത്ത് പിടിക്കലാണ് എന്ന് പറയുന്നതോടൊപ്പം ശിവൻകുട്ടി പറഞ്ഞു വെച്ചത് UDF ഇപ്പോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ഈ ചവിട്ടിത്താഴ്ത്തലാണ് ശിവൻകുട്ടി UDF ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശിവൻകുട്ടി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ സ്വീകരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും CPM-ഉം LDF-ഉം നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ആ വാർത്തകളിലൊന്നും നമുക്ക് യാതൊരു തർക്കവും ഇല്ല കേട്ടോ. പക്ഷേ താൻ എങ്ങോട്ടുമില്ല. താൻ ഇനി മത്സരിക്കുകയാണെങ്കിൽ അത് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള വ്യക്തമായ നിലപാടുകൾ രാഹുൽ എടുത്തതോടുകൂടി ശിവൻകുട്ടിക്കും കളം മാറ്റി ചവിട്ടേണ്ടി വന്നു. വൈകുന്നേരമായപ്പോ ശിവൻകുട്ടി ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി, രാഹുൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, സ്വയം മാറി നിൽക്കണമായിരുന്നു എന്നൊക്കെയാണ്, മാതൃകയാക്കണമായിരുന്നു എന്നൊക്കെയാണ് ശിവൻകുട്ടി പറയുന്നത്. രാവിലെ പറഞ്ഞ ശിവൻകുട്ടി രാഹുലിനെ പിന്താങ്ങുകയും രാഹുലിനെ പിന്തുണക്കുകയും ഒക്കെ ചെയ്ത ശിവൻകുട്ടി വൈകുന്നേരമായപ്പോൾ നിലപാട് മാറ്റി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി. കാരണം എന്താ, അപ്പുറത്ത് അടിമകൾ തെറിവിളി തുടങ്ങി, ഇപ്പുറത്ത് നിന്ന് ഗോവിന്ദ സഖാവിന്റെ കോള് വന്നു, ഗോവിന്ദ സഖാവ് ഭരണിപ്പാട്ട് നടത്തി. മനസ്സിലായില്ലേ? അപ്പോ ഈ കാര്യങ്ങൾക്ക് ശേഷം ശിവൻകുട്ടി നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടത്. ശിവൻകുട്ടിയുടെ നിലപാടിനല്ലെങ്കിലും നമ്മൾ കൈയടിക്കാറില്ല സാധാരണ. കാരണം ആ നിലപാടുകൾ എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. നിലപാട് എന്ന് പറയുന്നത് നിലപാടുകളായിരിക്കണം, നട്ടെല്ലുള്ള നിലപാടുകളായിരിക്കണം. ഇത് സെക്കൻഡ് ബൈ സെക്കൻഡ് മാറ്റുന്നതിന് നിലപാടുകൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളത് കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിൽ അതിന് തൊട്ടു മുന്നേ PM ശ്രീയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആദ്യം ഒരു ഘട്ടത്തില് നിരന്തരമായിട്ട് PM ശ്രീയെ വിമർശിക്കുകയും ഞങ്ങൾ കോടതിയിൽ പോകുമെന്ന് വരെ പറഞ്ഞ ശിവൻകുട്ടി അത് കാവ്യവൽക്കരണമാണ്, RSSന്റെ അജണ്ടയാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി വാർത്താ സമ്മേളനങ്ങളും ഫേസ്ബുക്ക് കുറിപ്പുകളും ഒക്കെ ഇറക്കിയിരുന്ന ശിവൻകുട്ടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആരെയും അറിയിക്കാതെ പോയിട്ട് തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട് വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ശിവൻകുട്ടി അത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു, ഞാൻ നിലപാട് മാറ്റി, അന്ന് പറഞ്ഞ നിലപാടല്ല ഇന്ന് എന്ന് ശിവൻകുട്ടി പറയാ. അപ്പോ ശിവൻകുട്ടിയുടെ നിലപാടുകൾക്ക് കൈയടിക്കേണ്ട ഒരു ദുരവസ്ഥ എനിക്കെന്താണെങ്കിലും ഇല്ല. അതിന് ഞാൻ തയ്യാറല്ല. കാരണം എന്ന് പറയുന്നത് ഈ ശിവൻകുട്ടിയുടെ ഈ പറയുന്ന ചാഞ്ചാട്ടം തന്നെയാണ്. നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അത് നിലപാടുകളായിരിക്കണം. ഇങ്ങനെ ചാഞ്ചാടുന്നവനെ, അപ്പം തോന്നിയവനെ, അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനെ എങ്ങനെയാണ് നിലപാടുള്ള വ്യക്തിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഒരിക്കലും സാധിക്കില്ല. അപ്പോ അത്തരത്തിലുള്ള ഈ പറയുന്ന വാക്കുകൾക്ക് അതിനെ നിലപാടുകളായിട്ടും കാണാൻ കഴിയില്ല. നട്ടെല്ലുള്ളവന്റെ നിലപാടുകൾ മാറാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകളെ നിലപാടുകളായിട്ട് കാണുന്നില്ല ഒരിക്കലും. വാക്കുകൾ ഇങ്ങനെ മാറി 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 ഓരോ നിമിഷം തോറും കാലങ്ങളുടെ പോക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിലുള്ള നിലപാടുകൾ മാറ്റമാണെങ്കിൽ നമുക്ക് കാണാം. നിലപാടുകളൊക്കെ മാറാം, 1-2 തവണയൊക്കെ നിലപാടുകൾ മാറാം, സ്വാഭാവികമായിട്ടും പലരിലും ഉണ്ടാവുന്നതാണ്. പക്ഷേ
ഇത് ഓരോ സെക്കൻഡ് കൊണ്ട് നിലപാടുകൾ മാറ്റുന്ന വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. പിന്നെ ഇവരുടെ നയം അതാണ്. ഗോവിന്ദ സഖാവ് തന്നെ പറയാ, നിലപാടുകൾ ഇനിയും മാറുമെന്ന് പറയുമ്പോൾ അതിന് നിലപാട് എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ ഗോവിന്ദ സഖാവിനോടും ഈ പറയുന്ന ശിവൻകുട്ടിയോടൊക്കെ പറയാനുള്ളൂ. അപ്പോ നിങ്ങൾ എന്ത് വേണമെങ്കിലും മാറ്റിക്കോ, രാഹുൽ നിങ്ങളോടൊപ്പം ഇല്ല. രാഹുൽ തന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. മത്സരിക്കുകയാണെങ്കിൽ അത് കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും. രാഹുൽ അതിനുള്ള നീക്കങ്ങളുമായിട്ട് പാലക്കാട് കുതിക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന വിവാദങ്ങളും പുകമറകളും ഒക്കെ എവിടെ വരെ എത്തുമെന്നുള്ളത് നമ്മൾ ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കും? രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കുമോ? രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകുമോ? അങ്ങനെ ഒരു അവസരം രാഹുലിന് ഇനി നൽകുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടറിയണം. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാഹുലിനെതിരെയുള്ള അച്ചടക്ക നടപടി പിൻവലിക്കേണ്ടി വരും. രാഹുൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോ ഇതൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും താനൊരു പ്രവർത്തകനായിട്ട്, കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ഉണ്ടാകും. താൻ എങ്ങോട്ടുമില്ല, ഇടതുപക്ഷത്തേക്കില്ല, BJP-യിലേക്കില്ല, എവിടേക്കുമില്ല, സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാനുമില്ല. മത്സരിക്കുകയാണെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്നെ നിലപാടറിയിക്കുകയാണ്. ശിവൻകുട്ടിയുടെ ചൂണ്ടയിൽ രാഹുൽ കുടുങ്ങിയില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയായിരുന്നു. കാരണം രാഹുലിനെ പിന്തുണച്ചവരും, രാഹുലിനെ തിരിച്ചു വരവ് ആഗ്രഹിച്ചവരും, രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ചവരും, രാഹുലിന്റെ പാലക്കാട്ടെ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും കൈയടിച്ചവരൊന്നും ഈ പറയുന്ന കോൺഗ്രസിനെ പിന്തുണക്കാത്തവരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരല്ലാത്തവരോ അല്ല. അവരൊക്കെ ആഗ്രഹിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും രാഹുൽ മുന്നണി പോരാളിയാണ്, അയാളെ മാറ്റി നിർത്താൻ കഴിയില്ല, അയാൾ പാർട്ടിക്കൊപ്പം പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരാ. അങ്ങനെ ആഗ്രഹിച്ചവർക്ക് മുന്നിലൂടെ അവരെ തള്ളി മാറ്റിക്കൊണ്ട്, അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട്, അവരെ വേദനിപ്പിച്ചുകൊണ്ട് രാഹുലിന് ഒരിക്കലും മറുഭാഗത്തേക്ക് മറുകണ്ഠം ചാടാൻ കഴിയില്ല എന്ന് രാഹുൽ തന്നെ തറപ്പിച്ചു പറയുമ്പോൾ നമ്മുടെ എല്ലാം ഈ പറയുന്ന ഒരു വേവലാതി അല്ലെങ്കിൽ ആശങ്ക, ആ ആശങ്കകൾക്ക് സ്ഥാനമില്ല. താൻ എങ്ങോട്ടുമില്ല. കാരണം രാഹുലിനെ പിന്തുണച്ചവർ അവരൊരിക്കലും രാഹുൽ ഇടതുപക്ഷത്തേക്ക് എത്തണമെന്ന് കരുതിയിട്ടല്ല രാഹുലിനെ പിന്തുണച്ചത്. അതല്ലെങ്കിൽ രാഹുൽ സ്വതന്ത്രനാകണമെന്ന് കരുതിയിട്ടല്ല രാഹുലിനെ പിന്തുണച്ചത്. അതല്ലെങ്കിൽ രാഹുൽ BJP-യിലേക്ക് എത്തണമെന്ന് കരുതിയിട്ടല്ല രാഹുൽ പാർട്ടിയിൽ ഉണ്ടാവണം, രാഹുൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവണം, രാഹുൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാവണം, രാഹുൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് രാഹുലിനെ പിന്തുണച്ചത്. ഈ പിന്തുണച്ചവരൊക്കെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരാണ്, കോൺഗ്രസിനെ പിന്തുണക്കുന്നവരാണ്, കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ അവരെ തള്ളി മാറ്റിക്കൊണ്ട് താൻ എങ്ങോട്ടുമില്ല, താൻ മത്സരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ. താൻ മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും, അല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലപാടിലേക്ക് താൻ ചാടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണെങ്കിലും ശിവൻകുട്ടിയുടെ ചൂണ്ടയിലെ ഇര അത് വെറുതെയായി എന്നല്ലാതെ ആ ചൂണ്ടയിൽ രാഹുൽ കുടുങ്ങിയില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം.